എന്നിട്ട് ഞാൻ ദോശ മറിച്ചിടാൻ നോക്കി, അതുണ്ടോ മറിയുന്നു. പിന്നെ ഞാൻ ഒരു ചട്ടി എടുത്ത് കുത്തി കുത്തി ഒരു പരുവത്തിൽ നൈസായിട്ട് അങ്ങ് മറിച്ചിട്ടു. പക്ഷേ അമ്മ വാങ്ങിച്ച പുതിയ നോൺ സ്റ്റിക് പാന് ഫുള്ളങ്ങ് സ്ക്രാച്ചായി. അന്ന് തന്നെ അമ്മ പറമ്പ് നീളെ ഓടിച്ചിട്ട് തല്ലി. അതിനുശേഷം ഞാൻ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ ഈ ഭക്ഷണത്തിലുള്ള പരീക്ഷണമൊന്നും ഞങ്ങളോട് കാണിക്കരുത്. നിന്റെ ഭർത്താവുണ്ടല്ലോ, ആ പട്ടണോട് കഴിഞ്ഞത് കാണില്ലേ. അവനാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളൂ, ഒരു പരാതിയും പറയൂല, അല്ലേ? ഈ കാണുന്നേ തണ്ടും തടിയൊക്കെ ഉള്ളൂ, ആള് പാവവാ. നീ എന്നും പറഞ്ഞുകൊണ്ട് തലയെ കയറ്റിയൊന്നും വെക്കരുത്, പിടിച്ച പിടിയിലങ്ങ് നിർത്തിക്കൊള്ളണം. എന്നെ നിർത്തിയും പോലെ. നീ എന്തോന്നാടാ അവിടെ നിന്ന് ഷമ്മി കളിക്കണത്? കേട്ടോടാ, എടാ ഈ വസ്ത്രം ഒന്നും മാറിയില്ലേ? കല്യാണം കഴിഞ്ഞ് അത് മറന്നുപോയി. എന്തോന്ന് മലന്നുപോയി? ചായ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായ. വേണ്ട, ഞാൻ കുളിച്ചിട്ട് വരാം. എന്റെ കിളി പോയാ? നിങ്ങളല്ലേ മോൻ കിളി പോവാതിരിക്കൂ. ആ, ഞാന് ആ ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. എന്തിനു പോണത്? ജംഗ്ഷൻ വരെ ഇപ്പൊ എന്തിനു പോണത്? ഇവിടെ ഫുഡൊക്കെ ആയല്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വേ. എന്തോ ഞാൻ ഇപ്പൊ വരാം. ഭക്ഷണം ഉണ്ടാക്കി വെക്കേ, ഇപ്പൊ വരാം. സിഗരറ്റ് വലിക്കാൻ പോയതാണ്. അച്ഛൻ സിഗരറ്റ് ഒക്കെ വലിക്കുവോ? സിഗരറ്റ് വലിക്കും, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടെന്നാണ് വിചാരം. എനിക്കറിയാം അവൻ സിഗരറ്റ് വലിക്കൂല കേട്ടാ. അവൻ്റെ അച്ഛൻ അറിഞ്ഞാലേ അവൻ സിഗരറ്റ് വലിക്കുമെന്ന് അറിഞ്ഞ് കൊല്ലും അവനെ. പിന്നെ കൂട്ടുകാരോട് ചേർന്ന് ഇത്തിരി ബിയറൊക്കെ അടിക്കും. ബിയർ അടിച്ചുകൊണ്ട് ഇവിടെ വന്നാൽ ഞാൻ മണത്ത് കണ്ടുപിടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ അവിടെ തന്നെ കിടക്കും കൂട്ടുകാരന്മാരോടെ. നീ അവൻ്റെ പിടിച്ച പിടിയിൽ ഒരു പിടി പിടിക്കണം കേട്ടാ. അഴിച്ചു വിട്ട കാളയെ പോലെ അവൻ ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. ശരി അമ്മ, ഞാൻ നോക്കിക്കോളാം.